ഹലോ, ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓണം സദ്യ. ഡോണ്ട് മൈൻഡ് മൈ ഹെയർ. അതങ്ങനെയാണ്. നിങ്ങൾക്ക് എൻ്റെ ചെറുപ്പകാലത്തെ ഒരു കഥ പറഞ്ഞു തരട്ടെ. ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ ഓണം പരിപാടിയൊക്കെ വെക്കുമല്ലോ. ചെറുപ്പത്തിൽ നല്ല ഇപ്പം വെക്കും. അപ്പോൾ പൂവ് കൊണ്ടുവരേണ്ടവരും ഓരോരുത്തർ വീട്ടിൽ നിന്ന് കറി ഉണ്ടാക്കി കൊണ്ടുവരേണ്ടവരും അങ്ങനെയെല്ലാം ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു കറി നമ്മൾ തിരഞ്ഞെടുക്കും. പൂക്കളും കിട്ടുന്ന പൂക്കളൊക്കെ പറിക്കും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങും വീട്ടിൽ നിന്ന്. ഞാൻ, അനിയത്തി, അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ അങ്ങനെ ഇറങ്ങി ഒരു സഞ്ചിയും പിടിച്ച് ഇറങ്ങും. എന്നിട്ട് നേരെ പോയിട്ട് പൂവെല്ലാം ഇങ്ങനെ പറിക്കും. അതായത് ഈ സ്റ്റാർ പൂ, ഒരു മഞ്ഞ കളറിലൊരു പൂവില്ല, അതിന് നമ്മൾ സ്റ്റാർ പൂ എന്ന് പറയും. അതാണ് കൂടുതൽ പറിക്കുക. കാരണം അത് വീടിൻ്റെ അടുത്തൊക്കെ കുറേ ഇഷ്ടം പോലെ ഉണ്ടാവും. അതൊക്കെ പറിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള, അതും എടുത്ത് സ്കൂളിൽ പോകും. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ആദ്യം ചെയ്യുക പൂവിൻ്റെ ഈ ഇതളുകളൊക്കെ മുറിച്ചിടല പണി. അതൊക്കെ രസം തന്നെയാണ്. പിന്നെ നല്ല വെള്ളമൊക്കെ ഉണ്ടാകും. അതായത് ചില സമയം നാരങ്ങ വെള്ളം ഉണ്ടായിക്കൊണ്ടോ അല്ലെങ്കിൽ ഏലക്കായ വെള്ളം, അതൊക്കെ രാവിലെ തന്നെ എല്ലാവരും കുടിച്ചേർക്കും. അങ്ങനെയൊക്കെ സെറ്റാക്കി സ്കൂള് ഇപ്പം ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരാഗ്രഹമാണ് പോകാൻ. വർക്കൊന്നും ചെയ്യണ്ട, സ്കൂളിൽ പഠിച്ചാൽ മതിയെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളെ ഓണപ്പൂക്കളം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പോകുമല്ലോ. അപ്പോൾ അവരൊക്കെ ഒളിഞ്ഞൊന്ന് ജനലൊക്കെ മറഞ്ഞ് നിന്ന് നമ്മളെ കാണിച്ചു തരുമല്ലോ, നമുക്ക് തന്നെ ഫസ്റ്റ് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മറഞ്ഞേക്കും. പക്ഷേ നമുക്ക് ആ കാണാനുള്ള ത്വര കൊണ്ട് നമ്മൾ പിന്നെ പോയി നോക്കും. പക്ഷെ അവർ കാണിച്ചു തരില്ല. നമ്മളും അങ്ങനെ തന്നെ, നമ്മളും കാണിച്ചു കൊടുക്കില്ല. നമ്മൾ ബെഞ്ചൊക്കെ ഇട്ട് ജനലൊക്കെ മറച്ച് സെറ്റാക്കി. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ? എന്നിട്ട് നമ്മൾ പൂക്കളൊക്കെ എല്ലാവരും ഇട്ട് കളമൊക്കെ വരക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും ക്ലാസ്സിൽ. നല്ല വൃത്തിക്ക് കളം വരക്കുന്ന ഒരാൾ. അവർ കളം വരക്കും. നമ്മൾ ഓരോരുത്തർ ഓരോ സൈഡിലിരുന്നിട്ട് ഓരോരോ കളത്തിലും നമ്മളിങ്ങനെ പൂവിടും. നല്ല രസം. എന്നിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ വരും, എല്ലാവരും ഇങ്ങനെ. പിന്നെ മാവേലി വരും. അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ തന്നെ ഒരു രസമാണ്. പിന്നെ ലാസ്റ്റ് ഒരു സദ്യ ഉണ്ട്. സദ്യയും കൂടി കഴിച്ചാൽ സെറ്റ്. എല്ലാ അമ്മമാരുടെ കൈപ്പുണ്യം ആ സദ്യയിലുണ്ടാവും, ഒറ്റ ഒരാളുടെ കൈപ്പുണ്യമല്ല. അതൊക്കെയാണ് സ്വർഗം. പിന്നെ ഇന്നത്തെ സദ്യ അടിപൊളിയാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഓവറോൾ ലുക്ക്. ഇങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ടാഗ് ചെയ്യുക, ഈ വീഡിയോ അവർക്ക് ഷെയർ ആക്കി കൊടുക്കുക, ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ഹാപ്പി ഓണം.